ജനം സർക്കാരിനെ എങ്ങനെ വിലയിരുത്തിയെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്? ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും എല്ലാം പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ജനങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ഇവിടെ നമുക്കറിയാം 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ ഭരണപക്ഷത്തായിരുന്നു. അന്ന് ആ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് അന്നുണ്ടായത്. ഇപ്പോഴുള്ള സാഹചര്യത്തെക്കാൾ സീറ്റ് കുറവായിരുന്നു മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമെല്ലാം. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. പിന്നീട് 2015 ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അവിടെ വളരെ മെച്ചപ്പെട്ട വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. പക്ഷേ 2010 ഭരണത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും എല്ലാം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് കൃത്യമായി വോട്ടായിട്ട് മാറാത്തത്, ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിൽ പൂർണ്ണമായി തൃപ്തിയില്ലാതെ വന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ പരിശോധിക്കും. കേരളത്തിലെ ജനങ്ങൾ സഹികെട്ട് കിടക്കുകയാണ്. ഈ ഖജനാവ് കാലിയായ കാരണം ഈ മന്ത്രിമാരൊക്കെ തന്നെ കൊള്ള നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. പറയുന്നത് പോലെ ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്നാണോ പാർട്ടി വിലയിരുത്തുന്നത്? ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു, ഇപ്പൊ എന്തായി? CPM-നോട് ആദ്യം നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ അറിയോ? തോറ്റു എന്ന് CPM-നെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. നമുക്ക് വലിയ പാടാണ് അവരെ മനസ്സിലാക്കാൻ. അവരിപ്പോഴും കണക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും. കണക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയം തോന്നും. എന്റെ എല്ലാ മാനവും പോയി. ഞാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഞാൻ പിറ്റേ ദിവസം ഒന്ന് പിച്ച് നോക്കി. അത് നമ്മളാണോ ജയിച്ചത് അവരാണോ ജയിച്ചതെന്ന് സംശയം. എന്നിപ്പോ ആകെ ഉള്ളത് ഒരു തരി കനലാണ്. അത് EMS-ന്റെ കാലം മുതൽ തുടങ്ങിയ ഒരു കണക്കാണ്. അത് അവർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. അതിൽ MV ഗോവിന്ദൻ ഭയങ്കര എക്സ്പേർട്ടുമാണ്. ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാവാൻ ഒരു സാധ്യതയില്ലാത്തതാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കില്ല. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും.